നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള സർക്കാർ ആശുപത്രിക്ക് സമീപം വാഹന അപകടം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പോസ്റ്റ് ഒടിഞ്ഞു. കാർ തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പതിയാശ്ശേരി സ്വദേശിയും കയ്പമംഗലം വഴിയമ്പലത്ത് താമസക്കാരുമായ പുഴങ്കരയിലത്ത് ആസാദിന്റെ ഭാര്യ 26 വയസ്സുള്ള സജ്ജനയാണ് മരിച്ചത്. ജലസുരക്ഷയിൽ വിദഗ്ധ പരിശീലനം നേടിയ സംസ്ഥാന വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലൂടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജലസുരക്ഷാ പരിശീലനം പൂർത്തിയാക്കിയ 17-അംഗ വനിതാ സ്കൂബ ഡ്രൈവിംഗ് ടീം അംഗങ്ങളുടെ ഉദ്ഘാടനവും ഡ്രൈവിംഗ് ബാഡ്ജ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. മാള സർക്കാർ ആശുപത്രിക്ക് സമീപം വാഹന അപകടം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പോസ്റ്റ് ഒടിഞ്ഞു. കാർ തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അന്നമനയുടെ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിന് സമീപത്തെ പോസ്റ്റിലിടിക്കുകയായിരുന്നു. തുടർന്ന് സമീപത്തെ പലചരക്ക് കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ബുധനാഴ്ച ഉച്ചവരെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കേബിൾ നെറ്റ്വർക്ക് ബന്ധവും നിലച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പതിയാശ്ശേരി സ്വദേശിയും കയ്പമംഗലം വഴിയമ്പലത്ത് താമസക്കാരുമായ പുഴങ്കരയിലത്ത് ആസാദിന്റെ ഭാര്യ സജ്ജനയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സുഖപ്രസവം നടത്തിയ സജ്ജനയെ രക്തസ്രാവം നിലയ്ക്കാത്തതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവിടെ എത്തും മുമ്പ് മരിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ജലസുരക്ഷയിൽ വിദഗ്ധ പരിശീലനം നേടിയ സംസ്ഥാന വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലൂടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജലസുരക്ഷാ പരിശീലനം പൂർത്തിയാക്കിയ 17-അംഗ വനിതാ സ്കൂബ ഡ്രൈവിംഗ് ടീം അംഗങ്ങളുടെ ഉദ്ഘാടനവും ഡ്രൈവിംഗ് ബാഡ്ജ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്ത് തന്നെ ആദ്യമായാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂബ ഡ്രൈവിംഗ് ടീമിനെ രൂപീകരിച്ചിരിക്കുന്നത്. അഗ്നിസുരക്ഷാ വകുപ്പിന്റെ കീഴിൽ ആദ്യമായി വനിതാ ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ നിയമിച്ചത് കഴിഞ്ഞ വർഷമാണ്. അന്ന് നിയമിതരായ 100 ഓഫീസർമാരിൽ സാഹസികത ഇഷ്ടപ്പെടുന്ന 17 ഓഫീസർമാർക്കാണ് സ്ക്യൂബ ഡ്രൈവിംഗിൽ പരിശീലനം നൽകിയത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം കേരളത്തിൽ റോഡപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ജലാശയങ്ങളിലാണ്. കേരളത്തിൽ പ്രതിവർഷം 1000-ലധികം പേർ ജലാശയ അപകടങ്ങളിൽ മരണപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഫോർട്ട് കൊച്ചിയിൽ ജലസുരക്ഷാ പരിശീലന കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെയാണ് വനിതാ സ്കൂബ ഡൈവിംഗ് ടീം പരിശീലനം നടത്തിയത്. 21 ദിവസത്തെ ഓപ്പൺ വാട്ടർ ഡൈവിംഗ് കോഴ്സും 11 ദിവസത്തെ അഡ്വാൻസ്ഡ് ഓപ്പൺ ഡൈവിംഗ് കോഴ്സുമാണ് ഇവർ പൂർത്തീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കിയ വനിതാ ഓഫീസർമാർക്ക് 30 മീറ്റർ വരെ താഴ്ചയിൽ രക്ഷാപ്രവർത്തനം നൽകാൻ സാധിക്കും. സംസ്ഥാനത്തെ ജലപരിശീലന കേന്ദ്രം ഇതുവരെ 300-ലധികം പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും നാഷണൽ ഫയർ സർവീസ് കോളേജിൽ നിന്ന് വരെ ഇവിടെ സ്കൂബ ഡൈവിംഗ് പരിശീലനത്തിന് ഓഫീസർമാർ വരുന്നുണ്ടെന്നും ഇത് കേരളം ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റോഡിന് പുറമെ ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടുന്നത് ജലാശയങ്ങളിലാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം നമ്മുടെ കേരളത്തിൽ പ്രതിവർഷം 1000-ലധികം പേർ ജലാശയ അപകടങ്ങളിൽ മരണപ്പെടുന്നുണ്ട്. ജലാശയ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതോടൊപ്പം ജലാശയ അപകടങ്ങളുടെ തോത് കുറയ്ക്കാനും ശ്രദ്ധിക്കണം. ഇതിനായി ജലസുരക്ഷയെക്കുറിച്ച് വ്യക്തമായ അവബോധം എല്ലാവർക്കും ഉണ്ടാകണം. കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണവും പരിശീലനവും നൽകണം. ഏതൊരു ജലാശയത്തെ സമീപിക്കുമ്പോഴും അവിടെ അപകടം പതിയിരിപ്പുണ്ട് എന്നും സുരക്ഷ എന്നത് മുൻകരുതലിലൂടെ മാത്രം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് എന്നുമുള്ള സന്ദേശം എല്ലാവരിലും എത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ അഗ്നിരക്ഷാസേനയെ ബഹുമുഖ ദുരന്തങ്ങൾ ഫലപ്രദമായി നേരിടാൻ പ്രാപ്തമായ സേനയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾക്കുപരിയായി ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, റോഡ് റെയിൽ അപകടങ്ങൾ, വെള്ളപ്പൊക്കം എന്നിങ്ങനെയുള്ള എല്ലാ ദുരന്ത മേഖലകളിലും പ്രവർത്തിക്കാൻ കരുത്തുള്ള ടാസ്ക് ഫോഴ്സുകൾ അഗ്നിസുരക്ഷാ വകുപ്പിന് കീഴിലുണ്ട്. ജലാശയ അപകടങ്ങൾ തടയുന്നതിന് എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്കൂബ ഡൈവിംഗ് ടീമിന്റെ സേവനം ലഭ്യമാണ്. ജലാശയ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ്
സംസ്ഥാന അഗ്നിസുരക്ഷാ വകുപ്പിന് കീഴിൽ രാജ്യത്ത് ആദ്യമായി വനിതാ സ്കൂബ ഡൈവിംഗ് ആൻഡ് റെസ്ക്യൂ ടീം രൂപീകരിച്ചത്. PS സേതുപാർവതി, അപർണ കൃഷ്ണൻ, ശ്രുതി പി രാജു, K അപർണ, KP അമേയ രാജ, നീതു നെൽസൺ, ആര്യ സുരേഷ്, സിമിൽ ജോസ്, സ്നേഹ ദിനേഷ്, നിഷിത റഷീദ്, KN നിത്യ, M അനുശ്രീ, KM ഗീതുമോൾ, അഷിത K സുനിൽ, CS ജസ്ന, D സ്വാതി കൃഷ്ണ, PL ശ്രീഷ്മ എന്നിവരാണ് ടീമിലുള്ളവർ. 30 അടി താഴ്ചയിൽ വരെ ഊളിയിട്ട് പോയി മീൻ പിടിക്കാൻ സാധിക്കുന്ന കടൽ പക്ഷിയായ ഗാനറ്റ്സിന്റെ പേരാണ് വനിതാ റെസ്ക്യൂ ടീമിന് നൽകിയിരിക്കുന്നത്. ചടങ്ങിൽ പരിശീലനം പൂർത്തിയാക്കിയ ഭാരതത്തിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ വൈദഗ്ധ്യ പ്രദർശനവും നടന്നു. പരിശീലനം പൂർത്തിയാക്കിയ ഓഫീസർമാർക്ക് നൽകിയ ഡൈവിംഗ് ബാഡ്ജ് രൂപകൽപ്പന ചെയ്ത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുലു കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. അഗ്നിസുരക്ഷാ വകുപ്പ് ഡയറക്ടർ ജനറൽ K പത്മകുമാർ, ഡയറക്ടർ M നൌഷാദ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. കൊടകര പെരിങ്ങാംകുളത്ത് പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ മോഷണം നടന്നു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 53 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് പെരിങ്ങാംകുളം കൈപ്പിളി രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്നും മോഷണം പോയത്. ജനൽ കമ്പികൾ അറുത്തുമാറ്റി അകത്തു കടന്നാണ് മോഷ്ടാവ് പല മുറികളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. രാധാകൃഷ്ണൻ കുടുംബസമേതം കഴിഞ്ഞ ഒരാഴ്ചയായി രാജസ്ഥാനിൽ വിനോദയാത്രയിലായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ എത്തിയ വീട്ടുജോലിക്കാരിയാണ് മോഷണം അറിഞ്ഞത്. റൂറൽ SP B കൃഷ്ണകുമാർ, ചാലക്കുടി DYSP PK സുമേഷ്, കൊടകര SHO PK ദാസ് എന്നിവർ സ്ഥലത്തെത്തി. കൊടകര പോലീസ്, ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് തുടങ്ങിയവർ സ്ഥലത്തെത്തി. കൊടകര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏകാത്മമാനവ ദർശനമെന്ന് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണെന്നും ഭാരതത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ദിശാബോധം നൽകിയ മഹത് വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. ദീൻദയാൽ ഉപാധ്യായയുടെ 57ാം ബലിദാന ദിനത്തിൽ ചാലക്കുടി BJP നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുഷ്പാർച്ചന നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീൻദയാൽജി മുന്നോട്ട് വെച്ച ഏകാത്മ മാനവ ദർശനത്തിന്റെ പ്രഭാവം രാജ്യത്തിന് എന്നും ഊർജ്ജമേകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട്, സംസ്ഥാന സമിതി അംഗങ്ങളായ KP ജോർജ്, അഡ്വക്കേറ്റ് സുധീർ ബേബി, കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് VC സിജു, സജീവ് പള്ളത്ത്, TS മുകേഷ്, KS സുരേഷ്, രാജേഷ് പിഷാരിക്കൽ, PT ജോസ്, ഗിരീഷ്, KB ഉണ്ണികൃഷ്ണൻ, KS കുമാർ, TC സിദ്ധൻ, TV ഷാജി, ഏരിയ പ്രസിഡന്റ് TM നിഖിൽ, ഇന്ദു ഷൺമുഖൻ, വൃന്ദ മധു തുടങ്ങിയവർ പങ്കെടുത്തു. അനധികൃതമായി പാലിയംപാടം നികത്തുന്നതിനെതിരെ CPI ഉറുമ്പൻകുന്ന് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPI ചാലക്കുടി ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ടാറ്റ ബാങ്കിന്റെ മറവിൽ പാലിയംപാടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ വരും ദിവസങ്ങളിൽ പാർട്ടി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് അനിൽ കദളിക്കാടൻ പറഞ്ഞു. ബ്രാഞ്ച് സെക്രട്ടറി VM പ്രത്യുഷ് അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ, ശ്രീജിത്ത് കൃഷ്ണൻ, KK രതീഷ്, PA ബിനീഷ്, വിഷ്ണു കളരിക്കൽ, KK മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. മാളക്കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ NSS യൂണിറ്റും തൃശൂർ IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. മാള ബ്ലോക്ക് ഗവൺമെന്റ് സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ആശ സേവിയർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. IMA മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NG രാധാകൃഷ്ണൻ ക്യാമ്പിന് നേതൃത്വം നൽകി. കോളേജ് മാനേജർ റവനർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പള്ളി അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ജോളി EJ, NSS പ്രോഗ്രാം ഓഫീസർ VA മധു എന്നിവർ സംസാരിച്ചു. MES അസ്മാബി കോളേജ് ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന 3ാമത് എഡിഷൻ അസ്മാബീസ് ലൈറ്റ് ഹൗസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. പ്രശസ്ത ചലച്ചിത്ര താരം പ്രയാഗ മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ്, ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ, ഡോക്ടർ KP സുമേധൻ, ക്യാപ്റ്റൻ MP ബിന്ദിൽ, EM ഫാരിസ്, അമീഖ് സുരേഷ് എന്നിവർ സംസാരിച്ചു. 11, 12, 13 തീയതികളിൽ വിവിധ സിനിമകൾ പ്രദർശിപ്പിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ജില്ലയിലെ ഹാജിമാർക്കുള്ള 2ാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ്
കയ്പമംഗലം കാക്കാതിരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഹജ്ജ് കമ്മിറ്റി മെമ്പർ അനസ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ ഡോക്ടർ സുനിൽ ഫഗത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ നൂർ മുഹമ്മദ് നൂർ ഷാ, പോലീസ് സൂപ്രണ്ട് നജീബ്, ഹബീബ് ആറ്റൂർ, പി അബ്ദുള്ള, എം എച്ച് മുഹമ്മദ് അലി, ഷക്കീർ, അമീർ തളിക്കുളം എന്നിവർ സംസാരിച്ചു. ഹാഫിൽ അബ്ദുറഹ്മാൻ അൻവരി പ്രാർത്ഥന നിർവഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ട്രെയിനിംഗ് ഫാക്കൽറ്റി അംഗങ്ങളായ NP ഷാജഹാൻ, അബ്ദുറഹ്മാൻ പുഴങ്കര എന്നിവർ സാങ്കേതിക പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മാള സർക്കാർ ആശുപത്രിക്ക് സമീപം വാഹന അപകടം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പോസ്റ്റ് ഒടിഞ്ഞു. കാർ തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പതിയാശ്ശേരി സ്വദേശിയും കയ്പമംഗലം വഴിയമ്പലത്ത് താമസക്കാരുമായ പുഴങ്കരയിലത്ത് ആസാദിന്റെ ഭാര്യ 26 വയസ്സുള്ള സജ്ജനയാണ് മരിച്ചത്. ജലസുരക്ഷയിൽ വിദഗ്ധ പരിശീലനം നേടിയ സംസ്ഥാന വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലൂടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജലസുരക്ഷാ പരിശീലനം പൂർത്തിയാക്കിയ 17-അംഗ വനിതാ സ്കൂബ ഡ്രൈവിംഗ് ടീം അംഗങ്ങളുടെ ഉദ്ഘാടനവും ഡ്രൈവിംഗ് ബാഡ്ജ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.